വമൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നമസ്കാരം ഒരാൾ പരിഗണിക്കുന്നില്ല എങ്കിൽ, വമൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നമസ്കാരം ഒരാൾ ഒഴിവാക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? തബറഅ മിൻഹുൽ മലായികത്തുൽ മുഖറബൂൻ, മലക്കുകൾ അവരിൽ നിന്ന് പിൻവലിഞ്ഞു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ സഹായിക്കുന്നത് മലക്കുകൾ മുഖേനയാണ്. എപ്പോഴും നമ്മുടെ കൂടെ മലക്കരുണ്ടല്ലോ. ചില ആളുകൾ കണ്ടില്ലേ, വലിയ വീഴ്ച വീണു, ഒരു പഠിക്കും പറ്റിയില്ല. എന്താ? മലക്കുകളുടെ കാവല, മലക്കുകൾ മുഖേനയാണ് അല്ലാഹു നമ്മളെ കാക്കുന്നത്. ഒക്കെ റബ്ബ് തന്നെയാണ് ഏർപ്പെടുത്തിയതും നിയന്ത്രിക്കുന്നതും. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ, രണ്ടാൾ പൊക്കത്തിൽ നിന്നൊരു കുട്ടി താഴേക്ക് പോണു, ആ കുട്ടിക്കൊന്നും പറ്റിയില്ല. 65 വയസ്സുള്ള 50 വയസ്സുള്ള ഒരു വാപ്പ നടന്നു പോകുമ്പോ ചെരിഞ്ഞെന്ന് വീണുപോയി, കാലും പൊട്ടി, കൈ കുത്തിയപ്പോ കൈയും പൊട്ടിപ്പോയി. കൈയിന്റെയും കാലിന്റെയും എല്ല് പൊട്ടി. എന്റെ സംരക്ഷണം കുറവായതുകൊണ്ടാണ്. അല്ലാഹു മലക്കുകൾ മുഖേന ഉമ്മത്തിനെ കാക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾക്കെതിരെ നടത്തിയ ഗംഭീരമായ പോരാട്ടമാണല്ലോ ഒന്നാമത്തെ യുദ്ധം, ബദർ രണാങ്കണം. ആ ബദർ രണാങ്കണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 313ഓളം വരുന്ന സ്വഹാബികളെ, 900-ലധികം വരുന്ന ശത്രുക്കളിൽ നിന്ന് അല്ലാഹു അവർക്ക് കാവൽ ഏർപ്പെടുത്തിയത് ആര് മുഖേനയാണ്? മലക്കുകൾ മുഖേനയാണ്. ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ മുഖേനയാണ് അല്ലാഹുവിற்கு കാവൽ ഏർപ്പെടുത്തിയത്. സൂറത്തു ആലി ഇംറാനിൽ 124-ാമത്തെ ആയത്ത് ഞാൻ എന്റെ വക വെറുതെ പറയുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അൻതഖൂലൽ മുഅ്മിനീൻ അല്ലൻ യഗ്ഫിയകും അൻ യുമിദ്ദകും റബ്ബുകും ബിസലാസതി അലാഫിൻ മിനൽ മലായികത്തി മുൻസലീൻ. ഹബീബായ നബിയോട് പറയാണ്, നബിയേ, അങ്ങ് സഹാബികളോട് പറഞ്ഞല്ലോ, അല്ലാഹു നിങ്ങളെ അല്ലൻ യഗ്ഫിയകും സഹാബ, നിങ്ങൾക്ക് പോരെ, അല്ലൻ യഗ്ഫിയകും റബ്ബുകും അൻ യഗ്ഫിയകും അൻ യുബിദ്ദകും റബ്ബുകും, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കുന്നത് ബിസലാസതി അലാഫിൻ മിനൽ മലായിക, 3000 മലക്കുകളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും ഈ ബദറിൽ. അതുപോലെ നിങ്ങൾക്കന്ന് അങ്ങയുടെ സ്വഹാബികളോട് ചോദിച്ചല്ലോ നബിയേ. ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് മലക്കുകൾ ഇറങ്ങി ആകാശത്ത് നിന്ന്. ആ മലക്കുകൾ മുഖേനയാണ് 313ഓളം വരുന്ന സ്വഹാബികൾ അല്ലാഹു സഹായിച്ചത്. എന്നാൽ മലക്കുകളുടെ സംരക്ഷണം അല്ലാഹു വലിച്ചുകളയും, പിൻവലിച്ചുകളയും. എപ്പോൾ? മൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ബരിയതബറഅ മിൻഹുൽ മലായികത്തുൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ മലക്കുകൾ അവരിൽ നിന്ന് പിന്മാറിക്കളയുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ നിബന്ധന അല്ലാഹു എണ്ണിയത് ലഇൻ അഖംതുമുസ് സ്വലാ, എല്ലാ നിസ്കാരവും കൃത്യമായി നിങ്ങൾ നിലനിർത്തിയാൽ. ഒരു സുബഹി മാത്രമല്ല, എല്ലാ നമസ്കാരവും കൃത്യമായി നിങ്ങൾ നിർവഹിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, എന്റെ കാവൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒന്നാം നിബന്ധന ഏതാണ്? മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാലും യകുൻ ഫീ അലാഇഹി ഖുവ്വ, അയാളുടെ അവയവങ്ങളിൽ നിന്ന് അല്ലാഹു ആരോഗ്യം പിൻവലിച്ചു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പത്രത്തിൽ കണ്ടോ, യോഗ എല്ലാ സ്കൂളുകളിലും യോഗ പരിശീലിപ്പിക്കാൻ പോവാൻ. എന്തിന്? രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം? അസ്ർ നമസ്കാരം പരിഗണിക്കാത്തൊരു ജനതയാണോ, ആ ജനതയ്ക്ക് ആരോഗ്യമുണ്ടാവുകയില്ല. ആ ജനതയിൽ ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യത്തിൽ അല്ലാഹു തന്റെ സംരക്ഷണം പിൻവലിച്ചു കളയും. ആരോഗ്യമില്ലാത്തവരാകും ആ ജനത. നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെ സംവിധാനമുണ്ട്. എത്ര നല്ല ഭക്ഷണം കഴിക്കുന്നവരാ നമ്മൾ. ഒരു 100 കൊല്ലം മുമ്പുള്ളവർ നമ്മൾ കഴിച്ച ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല. 100 കൊല്ലം മുമ്പ് ജീവിച്ചവർ നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, 100 കൊല്ലം മുമ്പ് ജീവിച്ച ആളുകളുടെ ആരോഗ്യമുണ്ടോ? എല്ലാ വിറ്റാമിനുമുള്ള ഭക്ഷണം കഴിക്കുന്ന നമുക്ക്. എന്നിട്ട് നമ്മൾ സാധാരണ പറയും അതുപോലെ ചേമ്പും പൂളിയും തിന്നോന്നാണ്. ചേമ്പും പൂളിയും തിന്നോണ്ടല്ല, ചേമ്പും പൂളയും തിന്നതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞൊഴിഞ്ഞു മാറും. മൻ തറക സ്വലാത്തൽ അസ്ർ, അസ്ർ നമസ്കാരം ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد
يا ربي صل عليه وسلم